എൻ്റെ പുന്നാര കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞ അമ്മയിൽ ആകെ അലമ്പായി, അടിയായി, ബഹളമായി. സേതാമേനോ ദാണ്ട ചട്ടിയും കലം ഉടച്ചിട്ട് ഇറങ്ങിപ്പോയി. ദാണ്ട കിടക്കുന്ന പുല്ല് എടുത്തോണ്ട് പോകുന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയേക്കുക. അതായത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച്, അംഗത്വം രാജിവെച്ച്, എനിക്ക് ഇതിൻ്റെ ഒന്നും ഒരു പുല്ലും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയേക്കുന്നത്. അതായത് അവർക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയുള്ളൊരു നടപടി കൊണ്ടുവന്ന് അതിനുവേണ്ടി എല്ലാവർക്കും ലെറ്റർ കൊടുത്ത് എല്ലാവരും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വായിച്ചപ്പോഴത്തേക്ക് സംഗതി അത്ര പന്തികെ അല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് എന്നാൽ ചാടിയം കെടിയിട്ട് എങ്കിൽ ഞാൻ രാജിവെക്കുകയാണ്. അമ്മയുടെ അംഗത്വം രാജിവെച്ച് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച്. അതായത് രാവിലെ പ്രസിഡന്റായിട്ട് വന്ന ശ്വേതാമേനോന് തിരിച്ചു പോയപ്പോൾ അമ്മയിലെ സാധാരണ ഒരു മെമ്പർ പോലും അല്ലാത്ത അവസ്ഥയിലാണ് പോയേക്കുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു. സ്ത്രീപക്ഷ നിലപാട്, സ്ത്രീപക്ഷ സംഘടന താണ്ട കിടക്കുന്നത്. ഇപ്പം എല്ലാം നീങ്ങി, എല്ലാം പൊളിഞ്ഞ്. ഈ ഒരു വിഷയത്തിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ അൻസിബ വിഷയത്തിൽ അൻസിബയ്ക്ക് ഒപ്പമായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ചില സാമ്പത്തിക ക്രമക്കേടുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് റിപ്പോർട്ടും കണക്ക്, വരവ് ചെലവ് കണക്കുകളൊന്നും ഇവർ ഇതുവരെ അവതരിപ്പിച്ചപ്പോൾ ഇല്ല. അതൊക്കെ ഭയങ്കര ചർച്ച ആയപ്പോൾ ഉണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് അത് ചുരണ്ട ഒരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ എന്തായിരുന്നാലും ബാബുരാജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ, ബാക്കി നമുക്ക് എന്നിട്ട് സംസാരിക്കാം. എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി എന്താ, 25 ദിവസം കൂടി 45 ദിവസം കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മുന്നോട്ട് പോവാ? കാരണം ഇത് കുറെ അല്ലല്ല അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയല്ല. ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളും ഇല്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവൻ എന്താന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ രമേഷ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ലിസ്റ്റ് അവർ വരുമ്പോ പറയും. ഞാനില്ല. അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടിക്കുന്നത്. 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തേണ്ട കാര്യമോ? ടീനി ടോമും അൻസിബയും തമ്മിലുള്ള കേസുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈ കൊടുത്ത് വിരിയിക്കുക അവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അതെ, തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പം സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ടേഡ് അക്കൗണ്ടിന്റെ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നത്. ശരിക്കും ഇത് ഒരു വിജിലൻസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണോ? അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്. കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ അൻസിബയ്ക്കെതിരെ വലിയൊരു വർഗീയ കാർഡ് ഇറക്കിയായിരുന്നു ഇത്ര നാളും. അങ്ങനെ ഒരു പരാമർശം വന്നിരുന്നു. അതൊക്കെ തീർത്തും അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. അൻസിബ അത്തരത്തിലുള്ള ഒരു പരാതി പോലും അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചത്.
അപ്പം നമുക്കത് അവിടെ കണ്ടാലറിയാം കാര്യങ്ങൾ. ടിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണോ അല്ല, സ്വീകരിച്ചത്? അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ, അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഹൻലാലിലേക്ക് ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്വേത ഈ രാജിവെച്ചത് സംഘടന കൂടുതൽ മോശപ്പെടുത്തിയ വിജയമായി പോയില്ലേ? അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ശ്വേത ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ലേ? ശ്വേത ഒഴിഞ്ഞു പോകേണ്ട ഒരാളായി. അല്ല, അത് ശ്വേതയുടെ തീരുമാനം. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ശ്വേത ചിലപ്പോൾ അത് പുനഃപരിശോധിക്കായിരിക്കും, തിരുത്തുമായിരിക്കും. ശ്വേത പറയുന്നത് കുറ്റാരോപിത കാർഡ് വിലപ്പോവില്ലെന്നാണ് എന്നാണ് പറയുന്നത്. കുറ്റാവിതർ ആരും ഇല്ലല്ലോ ഇപ്പൊ സുഹൃത്ത്. എനിക്ക് നാളെ നിങ്ങൾക്കെതിരെ വേണമെങ്കിൽ ഒരു കുറ്റം ആരോപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അതെല്ലാം പക്ഷേ ഇപ്പൊ സംഘടന നന്നായിട്ട് പോകണം, അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നും കൈനീട്ടം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് സഹായം കിട്ടുന്ന കണ്ടമാനം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഇതും വരരുത്. കാരണം ഇതിനകത്ത് കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാതെ ഇത് ഇന്നലെ കണക്കുകളൊന്നും കണ്ട സഹിക്കില്ല. എനിക്കെതിരെ എന്തും പറഞ്ഞോട്ടെ, എനിക്കെതിരെ ഇപ്പോൾ ആരോപണം. ഈ ശ്വേത തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരാൾ കേസ് കൊണ്ട് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ബാബുരാജാണ് അതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ എന്നോട് ചോദിച്ചത്? എന്നിട്ട് എന്താ അതിൻ്റെ പുറകെ പോകാഞ്ഞ്? ഇപ്പൊ പറയുന്നത് ശ്വേത തന്നെയാണ് അതിന്റെ പുറകിൽ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊന്നും വില പോവില്ല. എനിക്കതിനകത്ത് പ്രശ്നമില്ല. ഞാൻ എല്ലാ ആരോപണങ്ങളും അടിമുടി പ്രശ്നമാണ്. അടിമുടി എന്താണ് അങ്ങേയറ്റത്തെ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് പോകുന്നു. രണ്ട് താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് രൂക്ഷമായ വിമർശനം പരസ്പരം ഉന്നയിക്കുന്നതാണ് കണ്ടത്. ഈ വീണവനെ പിന്നെ ചവിട്ടല്ലെന്ന് പണ്ട് പഴമക്കാർ പറയുമല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇവരൊന്ന് വീഴാൻ വേണ്ടി കാത്തിരുന്നായിരുന്നു കുറച്ച് ആൾക്കാർ ഇവരെ ചവിട്ടാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ ആ കമ്മിറ്റിയിൽ ഒരുപാട് പേര്, ഒരുപാടല്ല, ഒരു 85% ആൾക്കാരും ഈ ശ്വേതാമേനോൻ കമ്മിറ്റിക്ക് എതിരായിരുന്നു എന്നുള്ളതാണ്. ഒരു പെണ്ണിൻ്റെ ഒരു പ്രശ്നം വന്നിടക്കെ പെണ്ണാട്ടുള്ള അവർക്ക് നിലപാടെടുക്കാൻ സാധിക്കാത്തതിൽ ഒരുപാട് അമർഷം ഉണ്ടായി. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ശ്വേതാമേനോന് പ്രസിഡന്റായിട്ട് വന്നിട്ട് പ്രസിഡന്റ് സ്ഥാനം വരെ ഒഴിഞ്ഞ്, അത് മാത്രമല്ല അമ്മയുടെ മെമ്പർഷിപ്പ് കൂടെ ഒഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. താഴെ കിടക്കുന്ന പുല്ല് നീയൊക്കെ എടുത്തോന്നും പറഞ്ഞാൽ പോയേക്കുന്നത്. അപ്പോൾ ശ്വേതാമേനോന് അത്രയും കലിപ്പ് കയറിയപ്പോൾ ഉണ്ട്. കുക്കു പരമേശ്വരനും ശ്വേതാമേനോനോട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങ് ഒന്നിച്ച് ഒരു ബെഞ്ചിലിരുന്ന് മെഴുകി ഒക്കെ നോക്കി. ഒരു പണി നടന്നില്ല. അവസാനം പിന്നെ നിങ്ങൾ വന്നപ്പോൾ ആ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ശ്വേതാമേനോൻ വന്ന വണ്ടിയുടെ. നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചോണ്ടൊക്കെ വരുന്നതിന് ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ നിയമ നടപടിയൊക്കെ എടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ കുഴപ്പമില്ലാത്തതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി വില കൂടിയ വണ്ടി ആയതുകൊണ്ടാണോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഇതിൽ പെടുന്ന പ്രശ്നമല്ല. എന്തായാലും അത് കണ്ട സ്ഥിതിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നാലും എന്തൊക്കെ ബഹളമായിരുന്നു. സ്ത്രീപക്ഷം നിലപാട്, അമ്മയുടെ കമ്മിറ്റി അത് ആണ്ട വരുന്ന്, തിരിയെടുത്ത് തലയിൽ വെക്കുന്നു, തോളെ വെക്കുന്നു. ഇപ്പം എന്തായി? അരിയും മണ്ണെണ്ണയും. അപ്പോൾ എന്തായാലും നല്ല കാര്യമായി. എന്തായാലും എല്ലാവരും കൊതിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ വേണം. സത്യം പറഞ്ഞാൽ അവർ രാജിവെച്ചതെന്ന് പറഞ്ഞാൽ ഇവരെ പുറത്താക്കുമെന്ന് എന്തായാലും ഉറപ്പായി. അവിശ്വാസം കൊണ്ടുവന്ന് അവർക്കൊരു ലിസ്റ്റ് വായിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലിസ്റ്റിനകത്ത് ഇവരെ എണ്ണി ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇവരുടെ പോരായ്മകൾ, ഈ ഒരു ഭരണസമിതിയുടെ പോരായ്മകൾ എണ്ണി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അതായത് ഇതുവരെയുള്ള അവർ വരവ് ചെലവ് കണക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഇല്ല. അതും ഇതിനകത്ത് വലിയൊരു വീഴ്ചയാണ്. അതൊക്കെ സംബന്ധിച്ച് ഭയങ്കര അലിഗേഷൻ ഇവർക്കെതിരെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ താങ്ങാൻ പറ്റാത്തപ്പോഴത്തേക്ക് ശ്വേതാമേനോൻ എന്തെടുത്ത് മുൻകൂട്ടി അങ്ങ് രാജിവെച്ച്, അത് അംഗത്വം ഉൾപ്പെടെ അങ്ങ് രാജിവെച്ച്. അപ്പോൾ ശ്വേതാമേനോൻ എന്നിട്ട് പ്രതികരിച്ചത് പിന്നെ എന്താണ്, അവർക്കെതിരെ ഗൂഢാലോചന നടത്തി, ഈ കമ്മിറ്റിക്ക് മുമ്പായിട്ട് തന്നെ ഗൂഢാലോചന നടത്തി പുറത്തു പോകാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പിന്നെ ഇവർക്കെതിരെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒക്കെയാണ് പറയുന്നത്. അതിനകത്ത് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആരെ, ഈ ബാബുരാജ് ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും അടുത്തുള്ള ദിവസങ്ങളിൽ വരും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ താത്വികാചാര്യനായ ശാന്തിവിള ദിനേശായിട്ട് എവിടെയൊക്കെ ചുരണ്ടിക്കൊണ്ടുകൂടെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വിഷയം ഒന്ന് അറിയിക്കണം നമ്മുടെ ചാനലിലൂടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് വേറെ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്